സഖാവ് പാലോളി മുഹമ്മദ് കുട്ടി കേരളത്തിന്റെ മന്ത്രിയായി ഭരിച്ചുകൊണ്ടിരുന്ന കാലം KT ജലീലും അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണനും ഒക്കെ MLA-മാരായി ഈ സംസ്ഥാനം ഭരിച്ചിട്ടുള്ള ഒരു സന്ദർഭത്തിൽ മലപ്പുറം ജില്ല കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന്തസ്സോടുകൂടി മുസ്ലിം ലീഗ് പാർട്ടി പറഞ്ഞു. അതിൽ അന്നത്തെ ഭരണാധികാരികളെ ഉൾപ്പെടുത്തി അന്വേഷണം നടത്തണം. ഏതെങ്കിലും താഴെ തട്ടിലുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർമാരെയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരെയും പ്രതി ചേർത്തുകൊണ്ട് തടി രക്ഷപ്പെടുത്തുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അഴിമതി നടത്തി അതിൻ്റെ വിഹിതങ്ങൾ താഴോട്ട് നൽകി അത് പങ്കുവെച്ചെടുക്കുന്നവർക്ക് ബൈത്തുർ റഹ്മയെക്കുറിച്ച് ഇങ്ങനെ ആശങ്കയുണ്ടാകും. ഇവിടെ സാധാരണക്കാരനായ തൊഴിലാളി മുതൽ ഓരോ ദിവസവും തൊഴിലെടുക്കുന്നതിന് വേണ്ടി പോകുന്ന തൊഴിലാളിക്ക് നിത്യക്കൂലിയായി കിട്ടുന്നതിൽ നിന്ന് അവൻ്റേതായ വിഹിതം മുതൽ ഇവിടുത്തെ ഉന്നതമായ സമ്പന്നരായിട്ടുള്ള ആളുകളുടെ പങ്കുവരെ ബൈത്തുർ റഹ്മയുടെ കാര്യത്തിലുണ്ട്. നമുക്കറിയാം, വെളിയങ്കോട്ട മൊയ്തുണ്ണി ഹാജി എന്ന് പറയുന്ന മുഹമ്മദ് ഉണ്ണി ഹാജി എന്ന് പറയുന്ന വ്യക്തി നിരവധി ആളുകൾക്ക് ബൈത്തുർ റഹ്മ ഉണ്ടാക്കിക്കെടുക്കുന്നതിന് വേണ്ടി ഭൂമിയാണ് അദ്ദേഹം നൽകിയത്. നമ്മുടെ അങ്ങാടിപ്പുറത്തെ ഒരു ഹൈന്ദവ സഹോദരൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്മരണക്കായി 3 ബൈത്തുർ റഹ്മകൾ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടിയുള്ള സ്ഥലമാണ് സംഭാവന ചെയ്തത്. 1 സെന്റ് ഭൂമിക്ക് 8 ലക്ഷം രൂപ വരെ വില കിട്ടുന്ന അത്രയും പ്രധാനപ്പെട്ട ഭൂമിയാണ് ബൈത്തുർ റഹ്മയ്ക്ക് വേണ്ടി സംഭാവന നൽകാൻ മുന്നോട്ട് വന്നത്. ഇത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഈ ബൈത്തുർ റഹ്മയെ ജനമേറ്റെടുക്കുകയായിരുന്നു. മുസ്ലിം ലീഗ് പാർട്ടിയുടെ തീരുമാനം എന്താ? ഓരോ പഞ്ചായത്തിലും 1 വീതവും ഒരു മുനിസിപ്പാലിറ്റിയിൽ 2 വീതവുമുള്ള ബൈത്തുർ റഹ്മകൾ വെച്ച് നൽകുകയാണ്. അപ്പോൾ എത്ര വീടുണ്ടാകും മലപ്പുറം ജില്ലയിൽ? അന്ന് ഞാനൊക്കെ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയാണ്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വളരെ ആശങ്കയുണ്ടായിരുന്നു, ഭയപ്പാടുണ്ടായിരുന്നു. ആ ബൈത്തുർ റഹ്മ ഒന്ന് തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന്. എന്നാൽ ആ പഞ്ചായത്തിൽ മൂന്നിയൂർ പഞ്ചായത്തിൽ 14ാമത്തെ ബൈത്തുർ റഹ്മയുടെ താക്കോൽദാനം നിർവഹിക്കപ്പെടാൻ പോവുകയാണ്. 14ാമത്തെ വീടിൻ്റെ ഒരു ഒറ്റ വീട് നിർമ്മിച്ചു നൽകാൻ, അത് പൂർത്തീകരിച്ചു കൊടുക്കുവാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്ന സ്ഥാനത്ത് 14ാമത്തെ വീടിൻ്റെ താക്കോൽ കൊടുക്കാൻ പോവുകയാണ്. എന്താണ് അതിന് കാരണം? നമുക്കറിയാം, ഇവിടെ ഒട്ടനവധി നേതാക്കന്മാർക്ക് സ്മാരകങ്ങൾ നിർമ്മിക്കാറുണ്ട്. ഞാൻ വരുമ്പോൾ സുലൈമാൻ ആ ഭാഗമാണ് സമർപ്പിച്ചത്. തിരുവനന്തപുരത്ത് പോയിട്ടുള്ള ആളുകൾക്കറിയാം എത്രയെത്ര ആളുകളുടെ പേരിൽ എത്രയെത്ര വലിയ മന്ദിരങ്ങളാണ് ഉയർന്നു നിൽക്കുന്നത് സ്മാരകമായി. പൊതുസ്ഥലം ഗവൺമെന്റിന്റെ സ്ഥലം പല നേതാക്കന്മാരുടെയും പേരിൽ സ്മാരകങ്ങൾ എടുക്കാൻ വേണ്ടി ഗവൺമെന്റിൽ നിന്ന് പതിച്ചു വാങ്ങി അവിടെ വലിയ മണിമന്ദിരങ്ങൾ ഉയർത്തി അതിന് വാടകയ്ക്ക് നൽകി അതിൻ്റെ വരുമാനമുണ്ടാക്കി ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുക്കുന്നു. ബൈത്തുർ റഹ്മ അന്വേഷിക്കുന്നതിന് മുമ്പ് സഖാവെ അതൊന്ന് അന്വേഷിക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണകാലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാരുടെയും സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിൽ നിന്ന് ഭൂമി പതിച്ചു വാങ്ങി അവിടെ മണിമന്ദിരങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ വരുമാനം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഖജനാവിലേക്ക് മുതൽ കൂട്ടുന്ന സഖാവെന്ന് അന്വേഷിക്കണം. അതിനൊന്ന് ശ്രമിച്ചു നോക്ക്. എന്നിട്ട് മതി ഈ പാവങ്ങൾക്ക് കിടന്നുറങ്ങാൻ ഒരു വീടുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം, അതിനെക്കുറിച്ചുള്ള അന്വേഷണം. അങ്ങനെ വലിയൊരു സ്മാരകം ഈ കേരളത്തിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ നിർമ്മിക്കാൻ മുസ്ലിം ലീഗ് പാർട്ടി തീരുമാനിച്ചാൽ പാർട്ടിയുടെ വലിപ്പമോ ചെറുപ്പമോ അല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ എടുക്കുന്നതിനേക്കാളും ഉയർന്ന നിലവാരത്തിലുള്ള സ്മാരകം പണിയാൻ മുസ്ലിം ലീഗ് പാർട്ടിക്ക് കഴിയും. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ കൂടുതൽ സമയമെടുത്ത് ചർച്ച ചെയ്തത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സ്വഭാവത്തിനും അദ്ദേഹത്തിൻ്റെ ജീവിത ചര്യക്കുമനുസരിച്ച് ജീവിത ചരിത്രത്തിനുമനുസരിച്ചുള്ള ഒരു സ്മാരകം എന്ത്? അതാണ് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്ടെ എല്ലാ തങ്ങന്മാരെ സംബന്ധിച്ച് നമുക്കറിയാം സാധാരണക്കാരുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. വളരെ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ അറിയുന്നവരാണ്.
നമുക്കറിയാം മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കന്മാരും, പല ഉന്നതരായ നേതാക്കന്മാർ പാണക്കാട്ടുണ്ടായാൽ പോലും ഒരു സാധാരണക്കാരൻ കയറി ചെന്നാൽ അവനോട് കുശലം പറയാനും അവൻ്റെ പ്രശ്നങ്ങൾ അന്വേഷിക്കുവാനും എന്താണ് എന്തിനാണ് വന്നതെന്ന് അന്വേഷിച്ച് അതിന് പരിഹാരമുണ്ടാക്കാൻ എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും അവരകത്തിരുത്തി പുറത്തു വന്ന് ഈ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിന് പരിഹാരമുണ്ടാക്കുന്ന ഒരു ജീവിത രീതിയായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ജീവിത ചരിത്രം നമുക്കറിയാം. ആ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കൊരു സ്മാരകമുണ്ടാക്കുമ്പോൾ എവിടെ കിടന്നുറങ്ങാൻ ഒരു ഇടമില്ലാത്ത ഒരു പാവപ്പെട്ടവന് അന്തി ഉറങ്ങാനുള്ള ഒരു പാർപ്പിടമുണ്ടാക്കി കൊടുക്കലാണ് ഉത്തമമെന്ന അഭിപ്രായത്തിനാണ് എല്ലാവരും അംഗീകാരം നൽകുന്നത്. നമുക്കറിയാം തിർക്കുളം കൃഷ്ണൻകുട്ടിയുടെ പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന് പാട്ടുപാടി പാവപ്പെട്ടവനെ സംഘടിപ്പിച്ചിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് പാവപ്പെട്ടവനെ കുറിച്ച് വല്ല ചിന്തയുമുണ്ടോ? സാധാരണക്കാരനെ കുറിച്ച് വല്ല അന്വേഷണവുമുണ്ടോ? അത് നമുക്കറിയാമല്ലോ. ഇങ്ങനെ പാട്ടുപാടിയ കാലമുണ്ടായിരുന്നു, എന്നത് പോയി. എന്നാൽ ആ തിർക്കുളം കൃഷ്ണൻകുട്ടിയുടെ ആ പാട്ടിനെ സമൂഹത്തിനിടയിൽ അവതരിപ്പിച്ച് പാവപ്പെട്ടവനെ പ്രകടനത്തിനിടയിൽ കയറ്റി നിർത്തി അവൻ ഇൻകുലാബിൻ്റെ ഈരടികൾ പാടിക്കൊടുത്ത് അവനെ കൊണ്ടു നടന്ന അവൻ്റെ വോട്ടുകൾ തങ്ങൾക്കാക്കി മാറ്റി അതിലധികാരത്തിലിരിക്കുന്നവർ അധികാരത്തിൻ്റെ ശീതളച്ചായയിൽ കഴിഞ്ഞുകൂടി എന്നതല്ലാതെ പാവപ്പെട്ടവനെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് അവസരമുണ്ടായില്ല. മുസ്ലിം ലീഗ് പാർട്ടി അതല്ല. തങ്ങളുടെ നേതാവിനൊരു സ്മാരകമുണ്ടാക്കുമ്പോൾ അത് അന്തി ഉറങ്ങാൻ ഇടമില്ലാത്തവന്, ഒരു രാത്രിയായാൽ കിടന്നുറങ്ങാൻ ഒരു വീടില്ലാത്തവരുടെ സംഗതികളെക്കുറിച്ച് ആലോചിക്കുകയും അതാണ് തീരുമാനമെടുത്തത്. 750-ൽ പരം വീടുകൾ മലപ്പുറം ജില്ലയിൽ ബൈത്തുർ റഹ്മാൻ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനിയും വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും. ഈ മാതൃക കേരളത്തിലാകാനും 14 ജില്ലകളിലും നടപ്പിലാക്കാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും തീരുമാനിച്ചു. തുടക്കം മലപ്പുറം ജില്ലയിൽ നിന്ന്. ഇതാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനവും സമൂഹത്തോടുള്ള ബന്ധവും. നമുക്കെല്ലാവരും അറിയാമല്ലോ, ഇവിടെ എത്ര ഒരു ഐക്യജനാധിപത്യ മുന്നണി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിപ്പോൾ. ആ ഗവൺമെന്റിനെതിരായി പ്രതിപക്ഷങ്ങൾ നിരന്തരമായി സമരരംഗത്ത് വരുന്നു. ആ സമരങ്ങൾ ഓരോന്നായി പൊളിഞ്ഞുകൊണ്ടേയിരിക്കും. അത് രാഷ്ട്രീയപരമായി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അതേപോലെ തന്നെ ഭരണപക്ഷത്തുള്ള രാഷ്ട്രീയ സംഘടനകൾ പല രീതിയിലുള്ള വിവാദ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിൽ അടിത്തട്ടിലെ വാർഡ് കമ്മിറ്റിയുടെ സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി വരെ ചാനലുകൾക്ക് മുമ്പിൽ അഭിമുഖമായി ഉണ്ടാകും. നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വാർഡ് സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി വരെയുള്ളവർ രാത്രിയിൽ നമ്മൾ TV തുറന്നു നോക്കിയാൽ ഓരോ ചാനലുകളിൽ ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കിരിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ എത്ര പേരെ നിങ്ങൾക്ക് ആ ചാനലിന് മുമ്പിൽ കാണാൻ സാധിച്ചു? മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കന്മാരും ജില്ലാ നേതാക്കന്മാരും അതുപോലെ തന്നെ MLA-മാരും മന്ത്രിമാരുമല്ലാതെ ചാനലിൻ്റെ മുമ്പിൽ മുസ്ലിം ലീഗിൻ്റെ ആളുകളാരും പ്രത്യക്ഷപ്പെടുന്നില്ല. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിവാദ പ്രശ്നങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ പിറകോട്ട് പോകാൻ മുസ്ലിം ലീഗ് പാർട്ടി അനുവദിക്കുന്നില്ല. മുസ്ലിം ലീഗ് പാർട്ടിയുടെ നിർദ്ദേശം ഓരോ ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവരും സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അറിയണം, അത് പരിഹരിക്കപ്പെടണം. അതിനുവേണ്ടിയുള്ള നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ, നാട്ടിലെ മറ്റ് വിദ്യാഭ്യാസ പ്രശ്നങ്ങളിൽ, സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്നതാണ്. വിവാദങ്ങളിൽ പങ്കുവഹിക്കാതെ മുസ്ലിം ലീഗ് പാർട്ടി ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കും. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാത്രമല്ല. ഇപ്പം നമുക്കറിയാം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകും. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളൊക്കെ ഇപ്പം നമ്മുടെ പല സ്ഥലങ്ങളിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പുതിയ പുതിയ പോസ്റ്ററുകൾ, പുതിയ പുതിയ വിവാദങ്ങൾ, ഇതൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ അടുത്താണ്. നമുക്കറിയാം, ഒരു പ്രദേശത്ത് ഒരു LP സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് UP സ്കൂളാക്കണം എന്നുള്ളൊരാവശ്യം. അതൊരു പ്രദേശത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായൊരാവശ്യം. ആ മർമ്മപ്രധാനമായ ആവശ്യം അതത് കാലഘട്ടത്തിലെ ഗവൺമെൻറ്റുകളുടെ മുമ്പാകെ കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരല്ല. ആ ബാധ്യസ്ഥരാണ്. പക്ഷേ അതിൽ രാഷ്ട്രീയ വ്യത്യാസമാണ്. രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടാകേണ്ട ആവശ്യമില്ല.
മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ അവൻ്റെ വഴിയെ നോക്കാം, അത് കോൺഗ്രസ്സുകാരന് നോക്കാം, BJP-ക്കാരന് പറയാം, മുസ്ലിം ലീഗുകാരനും അത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എല്ലാവരും കൂട്ടായോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടോ ആ സംഗതി പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ നമുക്കിവിടെ വരാൻ പോകുന്നു, തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഇവിടെ ഹെൽത്ത് സെൻ്റർ ഉണ്ടാക്കിയിട്ടില്ല, ഹെൽത്ത് സെൻ്ററിൽ മരുന്നുണ്ടായിട്ടില്ല തുടങ്ങിയ കഥകളൊക്കെ ഇന്നു മുതൽ പറയാൻ പോവുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടണം, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്നും വേണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ മത്സരിക്കാറുണ്ട്, വിജയിക്കാറുണ്ട്, ചിലപ്പോൾ പരാജയപ്പെട്ടാൽ പോലും മുസ്ലിം ലീഗ് ഒരിക്കലും അതിൽ നിന്ന് പിന്നീട് അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് പുറകോട്ട് പോകാറില്ല. മുസ്ലിം ലീഗ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. വരാനിരിക്കുന്ന കാലത്തെങ്കിലും മുസ്ലിം ലീഗിന് വിജയിക്കണം. അത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യം. മുസ്ലിം ലീഗിൻ്റെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിന് ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അവരുടെ സാമൂഹ്യ പ്രവർത്തനത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ നിലനിൽപ്പ്. കഴിഞ്ഞ അസംബ്ലിയുടെ തെരഞ്ഞെടുപ്പ്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതിന് തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷീണം സംഭവിച്ച ഒരു രാഷ്ട്രീയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗ് പാർട്ടിയാണ്. മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അംഗസംഖ്യ കുറഞ്ഞ അംഗബലമായിരുന്നു മുസ്ലിം ലീഗിനുണ്ടായിരുന്നത്. മുസ്ലിം ലീഗിന് 11-ൽ താഴോട്ട് ഒരു കാലഘട്ടത്തിൽ നിയമസഭയിൽ അംഗത്വമുണ്ടായിട്ടില്ല. ആ ഘട്ടത്തിൽ 8 MLA-മാരെ മാത്രമാണ് മുസ്ലിം ലീഗിന് കഴിഞ്ഞ നിയമസഭക്കകത്തെത്തിക്കാൻ സാധിച്ചത്. മുസ്ലിം ലീഗിൻ്റെ പ്രമുഖരായ നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, VT മുഹമ്മദ് ബഷീർ സാഹിബ്, MK മുനീർ സാഹിബ് അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ മുൻനിരയിലെ ലീഡർമാർ പോലും ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. എന്തായിരുന്നു കാരണം? മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ മാറ്റപ്പെടുത്താൻ മുസ്ലിം ലീഗ് തയ്യാറായില്ല. അപ്പം പുതിയ രാഷ്ട്രീയ സംഘടനകൾ, പുതിയ ആളുകൾ, പുതിയ അഭിപ്രായങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാടിൽ മാറ്റപ്പെടുത്താത്തത് കൊണ്ട് അത് മുസ്ലിം ലീഗിന് പരാജയപ്പെടുന്നു. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാകട്ടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അംഗസംഖ്യയുമായി, മുസ്ലിം ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അംഗബലവുമായി നിയമസഭക്കകത്തേക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിൽ കടന്നുപോയത് 20 MLA-മാരാണ്. ആ 20 MLA-മാർ ഉണ്ടായതും മുസ്ലിം ലീഗിൻ്റെ അതേ നിലപാടിൽ നിന്നുകൊണ്ടുള്ള മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ തന്നെയാണ്. മുസ്ലിം ലീഗ് ഒരിക്കലും നിലപാടുകൾ മാറ്റിയിട്ടില്ല. നമുക്കറിയാമല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആരംഭഘട്ടത്തിലെ അതിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതായിരുന്നു? അതിൻ്റെ പേരെന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി. വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് എണ്ണിയാലൊതുങ്ങാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ ജനതാ പാർട്ടി വന്നു. ആ ജനതാ പാർട്ടി ശിഥിലമായി പോയി. എത്ര രാഷ്ട്രീയ സംഘടനകളായത് മാറി. ആ സ്ഥാനത്ത് മുസ്ലിം ലീഗ് 48 മാർച്ച് 10-ാം തീയതി മദിരാശിയിലെ രാജാജി ഹാളിൽ നിന്ന് ആരംഭിച്ചിട്ട് ഈ 2015 ഫെബ്രുവരി മാസം 7-ാം തീയതി വരെയുള്ള കാലഘട്ടത്തിനിടക്ക് മുസ്ലിം ലീഗിൻ്റെ പതാകയിൽ മാറ്റം വന്നിട്ടുണ്ടോ? മുസ്ലിം ലീഗിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ? അതിൻ്റെ നയപരിപാടികളിൽ മാറ്റം വന്നിട്ടുണ്ടോ? അതിൻ്റെ ആദർശത്തിൽ മാറ്റം വന്നിട്ടില്ല, അതിൻ്റെ ലക്ഷ്യത്തിൽ മാറ്റം വന്നിട്ടില്ല. മുസ്ലിം ലീഗിന് നിലപാടുകളുണ്ടായിരുന്നു. ആ നിലപാട് ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒന്നായി കാണുക എന്നുള്ള മതേതരത്വ കാഴ്ചപ്പാടാണ് മുസ്ലിം ലീഗിൻ്റെ കാഴ്ചപ്പാട്. അത് എന്തെങ്കിലും ഒരു ചെറിയ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ തകർത്തെറിയേണ്ട ഒന്നല്ല എന്ന് മുസ്ലിം ലീഗ് വിശ്വസിച്ചു. മുസ്ലിം ലീഗിനെ ജാതി പാർട്ടിയായി, അതൊരു വർഗീയ രാഷ്ട്രീയ സംഘടനയായി എത്ര പേർ മുസ്ലിം ലീഗിനെ ആക്ഷേപിച്ചിരുന്നു. ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പട്ടേൽ വരെയുള്ള എത്രയെത്ര പ്രഗത്ഭരായ ആളുകൾ മുസ്ലിം ലീഗിനെതിരെ വെല്ലുവിളികൾ ഉയർത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നും തന്നെ ഒരു കാറ്റിലും കോളിലും ഉലയാതെ, അതിലാടാതെ, മുസ്ലിം ലീഗ് തളരാതെ മുസ്ലിം ലീഗ് 6.5 പതിറ്റാണ്ട് കാലം മുസ്ലിം ലീഗ് പിന്നിടുകയുണ്ടായി. അതിനൊക്കെയുള്ള കാരണം സാധാരണക്കാരാണ്. മുസ്ലിം ലീഗിൻ്റെ മുതൽ സമ്പത്ത് സാധാരണക്കാരാണ്.
മുസ്ലിം ലീഗിന്റെ ആരംഭ കാലഘട്ടത്തിലെ മലബാർ ജില്ലയുടെ പ്രദേശമായിരുന്ന നമ്മുടെ ഈ പ്രദേശത്തെ മുസ്ലിം സമുദായത്തിൻ്റെത് മാത്രമല്ല എല്ലാ ജനവിഭാഗങ്ങളുടെയും സാമ്പത്തികമായ സ്ഥിതി എന്തായിരുന്നു എന്ന് നാം പരിശോധിക്കണം. അത് പരിശോധിച്ചാൽ മാത്രമേ ഇന്നും അന്നും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. മലപ്പുറം ജില്ലയിൽ തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ മലപ്പുറം ജില്ല എന്ത് നേടി എന്ന് ഫ്ലക്സ് ബോർഡ് അടിക്കാൻ ഒരാളുണ്ടായാൽ തന്നെ 100 ഫ്ലക്സ് ബോർഡുകൾ നമ്മുടെ ജില്ലയിൽ ആകെ വെക്കാൻ നമുക്ക് കഴിയും. ആ ഫ്ലക്സ് ബോർഡിലെ ചോദ്യമാണ് മലപ്പുറം ജില്ല എന്തു നേടിയെന്ന്. മലപ്പുറം ജില്ല എന്തു നേടിയെന്ന് ചോദിക്കണമെങ്കിൽ ഇന്ന് 22 വയസ്സുള്ള SDPI-കാരൻ്റെ ചോദ്യത്തിന് 88 വയസ്സുള്ള വല്ലിപ്പയോട് ചോദിക്കണം, എന്തായിരുന്നു മലപ്പുറം ജില്ലയുടെ വല്ലിപ്പയുടെ 20 വയസ്സ് കാലഘട്ടത്തിലെ മലപ്പുറം ജില്ലയുടെ അവസ്ഥ എന്ന് ചോദിക്കണം. മലപ്പുറം ജില്ലയിൽ കോളേജ് ഉണ്ടായിരുന്നോ? ഹൈസ്കൂളുകൾ ഉണ്ടായിരുന്നോ? എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടായിരുന്നോ? മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്നോ? യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റികളുള്ള ജില്ല ഏതാണ്? SDPI-ക്കാർ ഇതുവരെ അങ്ങനെ ഒരു സംഗതി പോലും പറഞ്ഞിട്ടില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മുടെ ഈ തേഞ്ഞിപ്പലം പഞ്ചായത്തിലാണ് നിൽക്കുന്നത്. ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മലയാള യൂണിവേഴ്സിറ്റി, ബഹുമാനപ്പെട്ട സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മലയാള യൂണിവേഴ്സിറ്റി ഇപ്പോഴും അതുപോലെ തന്നെ അലിഗഡ് ഓഫ് ക്യാമ്പസ് തുടങ്ങിയ യൂണിവേഴ്സിറ്റികളുടെ നാടായി മലപ്പുറം ജില്ല മാറ്റിയെടുക്കാൻ മുസ്ലിം ലീഗ് പാർട്ടിക്ക് സാധിച്ചു. ആ മുസ്ലിം ലീഗ് പാർട്ടിയുടെ മുമ്പാകെ നിന്നുകൊണ്ട് മലപ്പുറം ജില്ല എന്തു നേടി എന്ന് മുദ്രാവാക്യം വിളിക്കാൻ ചില ആളുകൾക്ക് സാധിച്ചത് അവർക്ക് അഭിമാനബോധമില്ലാത്തത് കൊണ്ടാണ് എന്ന് മാത്രമേ സൂചിപ്പിക്കൂ. നമ്മുടെ VP അബ്ദുൽ ഹമീദ് സാഹിബ് അടക്കമുള്ള നേതാക്കന്മാരും വേദിയിലെത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുനവർ അലി ശിഹാബ് തങ്ങൾ ഇതിൻ്റെ താക്കോൽദാനം നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ കഴിഞ്ഞകാല ചരിത്രങ്ങളിലേക്കും മുസ്ലിം ലീഗ് എന്താണെന്ന് മനസ്സിലാക്കി ലീഗിനെ മനസ്സിലാക്കി ലീഗിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറായി വരേണ്ടതുണ്ട് എന്ന് മാത്രം, പലരും തയ്യാറായി വരേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത്, CPM എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് ഇന്ന് അവരുടെ അണികളെ പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ടോ? ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. എല്ലാ പ്രദേശങ്ങളിലും ഇന്ന് BJP-യിൽ നിന്ന് CPM-ൽ നിന്ന് BJP-യിലേക്കും അതുപോലെ തന്നെ കോൺഗ്രസിലേക്കും പല രാഷ്ട്രീയ സംഘടനകളിലേക്ക് ഒഴിച്ചുപോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തും 20ഓളം യുവാക്കൾ BJP-യിലേക്ക് പോയി എന്നാണ് അറിയാൻ സാധിച്ചത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ദയവ് ചെയ്ത് അവരെ ലീഗിൽ ചേർത്ത് തന്നൂടെ എന്നൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും അതിൻ്റെ പിന്നിൽ അവരെ പറഞ്ഞയക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ അവരെ ഒന്ന് ലീഗിലേക്ക് എത്തിച്ചു തന്നാൽ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തിൽ അവർക്ക് കൂടി പങ്കാളികളാകാൻ ഒരവസരമുണ്ടാകും എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുക. ഏകദേശം 100-ൽ പരം ആളുകൾ CPM-ൽ നിന്ന് പോയത് CPI-യിലേക്കാണ്. അത് ചേലേമ്പ്ര പഞ്ചായത്തിലുണ്ടാകുന്നു, അതുപോലെ തന്നെ പള്ളിക്കൽ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മാർക്സിസ്റ്റ് പാർട്ടി തകരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയല്ല മുസ്ലിം ലീഗ്. മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാകണം. എല്ലാം ചേർന്നുള്ള ഒരു രാജ്യത്തെയാണ് ഞങ്ങൾ കാണുന്നത്. ആശയ പ്രചരണത്തിലൂടെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന മുസ്ലിം ലീഗിൻ്റെ കാഴ്ചപ്പാട്, അതാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട്. അത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ കിംവദന്തികൾ പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെ വർഗീയത ആരോപിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ബൈത്തുർ റഹ്മയുടെ സ്രോതസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി പ്രവർത്തിക്കുന്നതിന് പകരം തൻ്റെ അണികളെ കൂടെ നിർത്താനുള്ള ഒരു സന്മനസ്സെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി കാണിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവിധ ആശംസകളും. നന്ദി. ന്യൂനപക്ഷാധികാരത്തിൽ ചക്രവാളം സ്വപ്നം കാണാൻ, ജീവിത വഴിയിലേക്ക് ചിന്ത വിടർത്താൻ, സൽഗുണ സമ്പന്നതയുടെ സഞ്ചാര വഴികളിൽ കുതിപ്പ് തുടങ്ങാൻ തുഴയും തുണയുമായി സമാദരണീയനായ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ബൈത്തുർ റഹ്മയുടെ താക്കോൽദാന വിതരണം പ്രൗഢമായ സദസ്സിൽ മുസ്ലിം ലീഗിൻ്റെ വേദിയിൽ നിർവഹിക്കുകയാണ്. അതിൻ്റെ നിർവഹണത്തിന് വേണ്ടി സാദരം സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളെ ഏറ്റുവാങ്ങാൻ പ്രിയപ്പെട്ട ജാഫറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
ഒരു മന്ദസ്മിതം കൊണ്ട് പൂനിലാവ് പൊഴിക്കാൻ, ഒരു മുദ്ര കൊണ്ട് ആൾക്കൂട്ടത്തെ വഴക്കാൻ, ഒരു പ്രസ്താവന കൊണ്ട് സമൂഹത്തിൽ ദിശ മാറ്റാനും കഴിഞ്ഞ സയ്യിദ് ശിഹാബ് തങ്ങളുടെ ഓർമ്മയും ബൈത്തുർ റഹ്മയുടെ താക്കോൽദാനം സമാദരണീയനായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ജാഫറിന് കൈമാറുകയാണ്. അല്ലാഹു പ്രൗഢമായ മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഏറ്റവും ആദരം നിറഞ്ഞ ഏകാധ്യക്ഷൻ ഉണ്ണിക്കമ്മു സാഹിബ്, ഇവിടെ സന്നിധരായ ഡോക്ടർ വി പി അബ്ദുൽ ഹമീദ് സാഹിബ്, ബക്കർ ചെർനൂർ, ടി പി എം ബഷീർ സാഹിബ്, എം മൊയ്തീൻ കോയ ഹാജി, എം സുലൈമാൻ, ഫിറോസ് കള്ളിയിൽ, മുഹമ്മദ് കുട്ടി മദാപ്പുർ സെക്യൂരിറ്റി, എം ബഷീർ, ടി പി മൊയ്തീൻ കോയ, എം മുസ്തഫ, മറ്റിവിടെ വേദിയിൽ സന്നിധരായിട്ടുള്ള അഫ്സൽ, യൂനസ് തുടങ്ങിയ നേതാക്കളെ, ഈ പരിപാടിയുടെ സംഘാടക സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, വളരെ ഹൃദ്യമായൊരു ചടങ്ങിന് നമുക്കിന്ന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചിരിക്കുകയാണ്. തെഞ്ഞിപ്പലം പഞ്ചായത്ത് 17-ാം വാർഡ് മുസ്ലിം ലീഗും യൂത്ത് ലീഗും MSFും നടത്തുന്ന ബൈത്തുർ റഹ്മ സമർപ്പണം ഇവിടെ നിന്ന് നടന്നു. ബഹുമാനപ്പെട്ട സ്പീക്കർ അങ്ങോട്ടും എത്തിയിട്ടുണ്ട്. ഈ ഒരു മാതൃകാപരമായ ഈ ചടങ്ങിന് നിങ്ങളോടൊപ്പം സംബന്ധിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ബൈത്തുർ റഹ്മ എന്നുള്ളത് ഒരു വലിയ വികാരമായി നമുക്കിടയിൽ ജ്വലിച്ചു നിൽക്കുക. ഇതിൻ്റെ ഒരു സമർപ്പണം ഇന്ന് വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി തന്നെ അതിൻ്റെ പോഷക സംഘടനകളും മാത്രമായി അത് നിർമ്മിക്കാൻ മുന്നോട്ട് വന്നു എന്നുള്ളത് ഏറെ മാതൃകാപരമായ ഒന്ന് കൂടിയാണ്. ഇത്തരം സന്തോഷകരമായ നിമിഷത്തിൽ നമുക്ക് ദുഃഖകരമായ വാർത്ത നമുക്കുണ്ട്. 2 കുട്ടികൾ കാലമായി മതിയടഞ്ഞ് അല്ലാഹുവർക്കും അഫ്രത്ത് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യാം. ബൈത്തുർ റഹ്മ എന്നുള്ളത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏറ്റവും വിജയകരമായി മുന്നോട്ട് പോകുന്ന ഒന്നാണ്. മുസ്ലിം ലീഗ് നേതാക്കളുടെ ഓർമ്മകൾ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ സ്മരിക്കുന്നത്, ഓർമ്മകൾ അയവിറക്കുന്നത് കേവലം കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ടല്ല. നമുക്കൊരു പക്ഷേ ഏറ്റവും നല്ല കെട്ടിടങ്ങൾ, വലിയ വലിയ സമുച്ചയങ്ങൾ നമുക്ക് നിർമ്മിക്കാമായിരുന്നു. പക്ഷെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ ഓർമ്മകൾ അത് കാരുണ്യത്തിൻ്റെ പ്രവാഹമായി വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ബൈത്തുർ റഹ്മ എന്നുള്ള ഈ ഒരു പദ്ധതി ഞങ്ങളുടെ പിതാവിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷം മുസ്ലിം ലീഗ് ആവിഷ്കരിച്ച ഒരു കാരുണ്യ പദ്ധതി. അതുപോലെ തന്നെയാണ് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ്, അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം CH സെൻ്റർ ഇന്ന് എല്ലാ ആശുപത്രികളിലും പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നേതാക്കന്മാരെ നമ്മൾ ഓർക്കുമ്പോൾ അതൊരു വികാരമായി മാത്രം നമ്മൾ ഏറ്റെടുക്കാതെ അതിനപ്പുറത്ത് അവരുടെ പരലോക ഗുണത്തിന് കൂടി ഗുണം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനം, അവരുടെ ആദര സൂചകമായി നമ്മൾ ചെയ്യുന്നത് തീർച്ചയായും ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമുള്ള ഒന്നാണ്. മുസ്ലിം ലീഗ് ഇപ്പോൾ വരച്ച് കാണിച്ചിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയ മൂല്യങ്ങൾ, രാഷ്ട്രീയപരമായ ഉത്തരവാദിത്വം വളരെ കൃത്യതയോടുകൂടി നിർവഹിക്കുമ്പോൾ പാവപ്പെട്ട സമൂഹത്തിൻ്റെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി
അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ചലനമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മതേതര ജനാധിപത്യ രാഷ്ട്രമായി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു രാഷ്ട്ര നിർമ്മാണത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയെടുക്കുന്നതിൽ, അവരെ കൈപ്പിടിച്ച് ഉയർത്തുന്നതിൽ വളരെയധികം ജാഗരൂകരായി പ്രവർത്തിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. ഇത് കേവലം മുസ്ലിം സമൂഹത്തിന് വേണ്ടി മാത്രമല്ല ഈ പ്രസ്ഥാനം. ഇവിടുത്തെ എല്ലാ വിശ്വാസികളും ഈ മുസ്ലിം ലീഗിൻ്റെ തണലിലൂടെ ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുള്ള വിശ്വാസികളാണ്. നമ്മുടെ മതേതര മൂല്യങ്ങൾ ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും വലിയ മാതൃകയായി ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അത്തരം മതേതരത്തെ ധ്രുവീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇന്ന് ഇന്ത്യ രാജ്യത്തെ പല ഭാഗങ്ങളിൽ നടക്കുന്നു. റിലീജിയസ് ഇൻടോളറൻസ്, മതപരമായ അസഹിഷ്ണുത ഇന്ന് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ലോക നേതാക്കൾ അത്തരം ഇൻടോളറൻസിനെ കുറിച്ച് ശക്തമായി താക്കീത് നൽകുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ബറാക് ഒബാമ ഇന്നലെ ന്യൂയോർക്കിലെ പ്രസംഗത്തിൽ ഇന്ത്യയിലെ മതത്തിൻ്റെ പേരിലുള്ള ഇൻടോളറൻസിനെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നു. അതുപോലെ ഇന്ത്യയിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടത്തിയ സന്ദർശനത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചത് ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തെ ധ്രുവീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇന്ത്യയിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ആശങ്കയുണ്ടെന്നുകൊണ്ട് മാത്രമാണ് അത്തരമൊരു പ്രസ്താവന ലോക നേതാക്കൾ നടത്തുന്നത്. നമ്മുടെ മതവിശ്വാസം നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ശരീരത്തെയും സംസ്കരിച്ചെടുക്കുകയും അതിലൂടെ നമുക്ക് ഏറ്റവും നല്ല മനുഷ്യനായി മാറാൻ സാധിക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് മതങ്ങളെ രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അതിലൂടെ രാഷ്ട്രീയ അധികാരങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സായി അത് മാറ്റുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഇവിടെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളൊരു നിലപാടെന്നുള്ളത് ഒരു ഇൻക്ലൂസീവ് യുവത്താണ്. എല്ലാവരുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി ഇവിടുത്തെ ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും നാനാജാതി മതവിശ്വാസികളും ഒക്കത്തിൻ്റെയും ഉന്നമനത്തിന് വേണ്ടി ഉണർന്നു പ്രവർത്തിക്കുവാൻ ഉള്ള വിശാലമായ മനസ്സോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനത്തിലാണ് എന്നും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പലരും വീടുകൾ തകർക്കുന്നതിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. നാദാപുരത്ത് നടന്ന സംഭവം, അവിടെ 80ഓളം വീടുകൾ ഇന്ന് നശിപ്പിച്ച് അതുപയോഗശൂന്യമായി കൊണ്ട് കിടക്കുന്ന അവസ്ഥയിലേക്കാണ്. അതിനൊക്കെ തന്നെ കാരണമായിട്ടുള്ള നമ്മുടെ ഇടയിലുള്ള പകയാണ്. ഇത്തരം പകകൾ സൃഷ്ടിച്ചുകൊണ്ട് നമുക്കിടയിലുള്ള ശാന്തിയും സമാധാനവും സൗഹൃദവും തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത്തരം പ്രവർത്തനങ്ങളെ അത് നമ്മുടെ രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാവും എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് എന്നും നമ്മൾ സൗഹാർദ്ദപരമായി മുന്നോട്ട് പോയി നാഷണൽ ബിൽഡിങ്ങിൻ്റെ ഭാഗമായി, രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഭാഗമായി നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ എന്നും ഇവിടെ മുസ്ലിം ലീഗ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളെന്നും നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് ഇന്ന് ഒരുപാട് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസ്ഥാനത്തെ നമ്മൾ നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മുടെ അഭിമാനകരമായ അസ്തിത്വം അത് വളരെ ശക്തമായി മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും രാജ്യത്തിൻ്റെ മതേതരത്തിന് വേണ്ടിയും അഖണ്ഡതയ്ക്ക് വേണ്ടിയും ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വചനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതിന് ബഹുമാന്യൻ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾക്ക് സംഘാടക സമിതിയുടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. വള്ളിക്കുന്ന് നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ പ്രസിഡന്റ് ഡോക്ടർ VP അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഹ്രസ്വമായ വാക്കുകളിൽ ഈ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കുകയാണ്. അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുകയാണ്. സഹോദരങ്ങൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ കേരളത്തിൻ്റെ അകത്തും പുറത്തുമായി
മുസ്ലിം ലീഗ് പ്രസ്ഥാനം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് ബൈത്തുർ റഹ്മാൻ. ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ഈ പദ്ധതി ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തങ്ങളെ ലോകമോർക്കുന്നത് തങ്ങൾ സമയം കൊടുത്തു എന്നതാണ്, ജനങ്ങൾക്ക് സമയം നൽകിയത്. തിരക്കിനിടയിൽ നമ്മളൊക്കെ സ്വന്തം മക്കൾക്ക് പോലും സമയം കൊടുക്കാതെ, കുടുംബത്തിന് പോലും സമയം കൊടുക്കാതെ, അയൽപക്കത്തുള്ള മരണ വീട്ടിൽ പോലും കയറാൻ നേരമില്ലാതെ ധൃതി പിടിക്കുന്ന കാലത്ത് പാണക്കാട് കുടുംബത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അവിടെ ഏത് നട്ടപ്പാതിരക്ക് കയറി വരുന്ന ആളുകൾക്ക് അവർ സമയം കൊടുത്തു. അവർ തത്വചിന്തകനോടൊരിക്കൽ ചോദിച്ചു, ഏറ്റവും വലിയ സ്നേഹപ്രകടനം എന്താണെന്ന്. അദ്ദേഹം പറഞ്ഞത് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കലും നല്ല വസ്ത്രം കൊടുക്കലും ഒക്കെ സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഏറെ വലിയ സ്നേഹപ്രകടനം എന്ന് പറയുന്നത് അവർക്ക് സമയം കൊടുക്കുകയാണ്. തങ്ങൾ കുടുംബത്തിൻ്റെ, പാണക്കാട് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതാണ് ഏത് സമയത്തും ഏത് നേരത്തും കഷ്ടപ്പെട്ട് വരുന്നവർക്ക്, പ്രയാസപ്പെട്ട് വരുന്നവർക്ക് സമയം കൊടുത്തുന്നതാണ്. ONVയുടെ വീട് എന്ന കവിത ഒരുപക്ഷെ പാണക്കാട് കുടുംബത്തെക്കുറിച്ചാണെന്ന് തോന്നിപ്പോകും. അവരെൻ്റെ ദാഹത്തിന് എൻ്റേതിനേക്കാളും അധികമാം കരുതലും കരുണയും കുടിപാർക്കും ഒരു വീടിനെ കൊണ്ടതിന് കൊച്ചു തിണ്ണമേൽ വെറുതെ ഇരുന്ന് ഞാൻ പാടുന്നു, വിഹ്വല നിമിഷങ്ങളെ നിങ്ങൾ ഈ വീടൊഴിയുക, നിറവാർന്ന കേവലാഹ്ലാദമേ പോരുക. മറ്റുള്ളവൻ്റെ ദാഹത്തിന്, പ്രയാസത്തിന് തൻ്റെ പ്രയാസത്തെക്കാളേറെ വില കൊടുത്തിരുന്ന, വില കൽപ്പിച്ചിരുന്ന മഹാനായ ശിഹാബ് തങ്ങളുടെ പേരിലാണ് നമ്മുടെ ഈ ബൈത്തുർ റഹ്മാൻ പദ്ധതി. നമ്മുടെ വീടുകളും വിഹുലമായ നിമിഷങ്ങളോട് വിട പറയുവാനും ആർദ്രമായ കനിവുള്ള നിമിഷങ്ങൾക്ക് ഇടം നൽകാനും നമ്മുടെ വീടുകൾക്കുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നന്ദി അമിത് മാസ്റ്റർ. പൂക്കുള്ള വാക്കിൽ ഹരിതവേദിയെ പുളകം കൊള്ളിക്കുന്ന TPM ബഷീർ ഹൃസ്വമായ വാക്കിൽ ഈ സമ്മേളനത്തിന് ആശംസ അർപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഈ സദസ്സിലെ പ്രധാനപ്പെട്ട പരിപാടി ബൈത്തുർ റഹ്മാന്റെ ഉദ്ഘാടനമായിരുന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ആദരണീയനായ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകൻ അത് നിർവഹിച്ചു കഴിഞ്ഞു. ഇനി നമ്മളൊക്കെ കാത്തിരിക്കുന്നത് സിദ്ദീഖ് അലിയുടെ പ്രൗഢഗംഭീരമായിട്ടുള്ള പ്രഭാഷണത്തിന് വേണ്ടിയാണ്. അത് കഴിഞ്ഞ് സ്ത്രീകളടക്കം ഈശ്വരനായിട്ട് കൂടി പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോൾ സുദീർഘമായി സംസാരിക്കുന്നത് ഉചിതമല്ല എന്ന ബോധ്യമുണ്ട്. അരീപ്പാറ മുസ്ലിം ലീഗിൻ്റെ എക്കാലത്തെയും ഉരുക്കുകോട്ടയാണ്. തേഞ്ഞിപ്പലത്ത് മുസ്ലിം ലീഗ് വിത്തുപാകിയ ഏറ്റവും ആദ്യത്തെ പ്രദേശമെന്ന പ്രത്യേകത അരീപ്പാറക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ പ്രവർത്തകർ 100% ആത്മാർത്ഥമായി പാർട്ടിയെ സ്നേഹിക്കുകയും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അവരുടെ ആത്മവിശ്വാസമാണ് ഒരു ബൈത്തുർ റഹ്മാൻ, ഒരു വാർഡ് കമ്മിറ്റി എന്ന നിലയിൽ ഏറ്റെടുക്കാൻ അവർക്ക് ധൈര്യം നൽകിയത്. അത് വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ അവർക്ക് സാധ്യമായി. ഈ പ്രദേശത്തെ കാരണവന്മാരും ചെറുപ്പക്കാരും കുട്ടികളും എല്ലാം ഒത്തുചേർന്നുകൊണ്ടാണ് ഈ 17ാം വാർഡ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈത്തുർ റഹ്മാൻ പൂർത്തീകരിച്ചത്. നമ്മുടെ പഞ്ചായത്തിൽ പൂർത്തീകരിക്കപ്പെടുന്ന 3ാമത്തെ ബൈത്തുർ റഹ്മയാണ്. 4ാമത്തെ ബൈത്തുർ റഹ്മാൻ നീരൽപ്പാലത്ത് പ്രവാസി ലീഗിൻ്റെ നേതൃത്വത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കാഴ്ചവെക്കാനാകാത്ത വിധം ജീവകാരുണ്യത്തിൻ്റെ ഈ മഹത്തായ സംരംഭവുമായി മുസ്ലിം ലീഗ് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിക്കെതിരായി വിമർശനങ്ങളുമായി പല കോണുകളിൽ നിന്നും പലരും രംഗത്ത് വരുമ്പോൾ ആ വിമർശനങ്ങൾക്കെല്ലാം ആഴത്തിലുള്ള മറുപടിയായി ഇത്തരം ഈ സമ്മേളനങ്ങളിലെ ജനക്കൂട്ടങ്ങൾ മാറുകയാണ്. തീർച്ചയായും ഈ മഹത്തായ കർമ്മത്തിന് ഇതിന് നേതൃത്വം കൊടുത്ത എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നന്ദി TPM ബഷീർ സാർ. പശിയടക്കാൻ പാടുപെടുന്ന ചേരിയിലെ ബാല്യങ്ങൾ തെരുവ് പട്ടികളോടൊപ്പം ആട്ടിയൊടിച്ച് അമേരിക്കൻ ഒബാമക്ക് ദാസ്യവേല ഒരുക്കിയ മോഡി മുതൽ ആടി ഉലയുന്ന ദേഹത്ത് ആദർശ പുണ്യവാളന്റെ വേഷം കെട്ടി ചുപ്പ വലിച്ചു നീട്ടി VS എന്ന 2 അക്ഷരക്കാരൻ 4ാം ക്ലാസ് ഗുസ്തിക്കാരൻ കോടതി വരാന്ത തിണ്ണയിൽ ഏന്തി വലിഞ്ഞു നിരങ്ങിയതിന് കോടതി കൊടുത്ത താക്കീതിൽ തളർന്നു. ശൗര്യം പണ്ടേ പോലെ പലിക്കാത്തതിനാൽ പരനാറി പറഞ്ഞ് തടിതപ്പുന്ന പിണറായി
മേഞ്ഞ കൂടാരം കണക്ക് കൂമ്പടഞ്ഞ പാർട്ടിയുടെ നിലപാടുകൾ വരെ ഏറെ നാടൻ ശൈലിയിൽ നിർമ്മലമായ നർമ്മത്തിൽ അതിർപ്പത്തിൽ നിൽക്കുന്ന രസക്കൂട്ടുമായി ചിന്തയുടെ കനലുകളെ തേച്ചു നിരുത്തി ജനാബ് സിദ്ദീഖ് അലി രാങ്ങാട്ട് പ്രൗഢമായ മുസ്ലിം ലീഗിൻ്റെ ഈ വേദിയിൽ നമ്മ അഭിസംബോധന ചെയ്യുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. അരിപ്പാറയിലെ ഈ ബൈത്തുർ റഹ്മാൻ സമർപ്പണ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന പ്രിയങ്കരനായ ഇതിൻ്റെ സ്വാഗത സംഘം കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട ഉണ്ണിക്കമ്മു സാഹിബ്, വേദിയിൽ ഇരിക്കുന്ന നേതാക്കൾ പ്രിയപ്പെട്ട MN കുഞ്ഞാവ സാഹിബ്, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തും അതുപോലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിയുമായ പ്രിയപ്പെട്ട TPM ബഷീർ സാഹിബ്, വള്ളിക്കുന്ന് നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനും എനിക്കേറെ പ്രിയങ്കരനുമായ പ്രിയപ്പെട്ട അബ്ദുൽ ഹമീദ് മാസ്റ്റർ, അതുപോലെ പ്രിയപ്പെട്ട സുഹൃത്ത് ബക്കർ ചർണൂർ, PM മൊയ്തീൻ കോയ ഹാജി, പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി M സുലൈമാൻ, അതുപോലെ ഫിറോസ് കള്ളീർ, സെക്യൂരിറ്റി, അതുപോലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി MM ബഷീർ, ഈ വാർഡിൻ്റെ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി TP മൊയ്തീൻ കോയ സാഹിബ്, പ്രവാസി ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹി M മുസ്തഫ സാഹിബ്, അതുപോലെ ആദരണീയനായ ഈ വാർഡ് കമ്മിറ്റിയുടെ മുസ്ലിം ലീഗ് അധ്യക്ഷൻ കള്ളിയിൽ മൂസ ഹാജി, പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി പ്രിയപ്പെട്ട P റഷീദ്, അതുപോലെ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ അരിപ്പാറ ടൗൺ കമ്മിറ്റിയുടെ ഭാരവാഹിയും ഇതിൻ്റെ സംഘാടകനുമായ സുഹൃത്ത് യൂനുസ് കെ, അതുപോലെ ഈ ചടങ്ങിൻ്റെ മുഖ്യ സംഘാടകരായ സുഹൃത്തുക്കൾ അഫ്സൽ പി, അതുപോലെ മുസ്ലിം ലീഗിൻ്റെ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ, മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ, സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ, കർഷക സംഘത്തിൻ്റെ, പ്രവാസി ലീഗിൻ്റെ, KMCCയുടെ ഒക്കെ നേതാക്കളും പ്രവർത്തകരുമായിട്ടുള്ള സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. സഹോദര സമുദായാംഗങ്ങൾക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ സ്നേഹാഭിവാദ്യം. പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് KNA ഖാദർ സാഹിബ് വേദിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ബഹുമാന്യരായ മുനവ്വിർ അലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയും താക്കോൽ ദാനം നടത്തി ഒരു പുണ്യകർമ്മത്തിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ബൈത്തുർ റഹ്മാൻ പദ്ധതികൾ ഇന്ന് ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ലോക പാർപ്പിട ദിനത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായി ഇന്ന് ബൈത്തുർ റഹ്മാൻ പദ്ധതി മാറിയിരിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് പരലോക ജീവിതത്തിലേക്ക്